കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ വലിയൊരു സൈനിക സംഘർഷത്തിന്റെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ചൈന ഇപ്പോൾ ജപ്പാനിനെതിരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. ജപ്പാൻ തായ്വാന് ഏറ്റവും അടുത്തുള്ള ദ്വീപിൽ സർഫസ് ടു എയർ മിസൈലുകൾ വിന്യസിക്കാൻ പദ്ധതിയിടുന്നതാണ് ഏറ്റവും പുതിയ പ്രതിസന്ധിക്ക് കാരണമായത്. ഇതോടെ തായ്വാൻ വിഷയത്തിൽ വിദേശ ഇടപെടലുകൾ ഉണ്ടായാൽ തകർത്തെറിയുമെന്ന് ചൈന പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ചോദ്യം ഇതാണ്: ജപ്പാന്റെ ഈ നീക്കം എന്തിനാണ്? ഇത് തായ്വാനിലെ സ്ഥിതിഗതികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ആഗോള പ്രതിസന്ധിയുടെയും ലോകത്തെ ഭീതിയിലാഴ്ത്തുന്ന ഈ പ്രഹര മുന്നറിയിപ്പിന്റെയും വിശദാംശങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ ജപ്പാൻ മിസൈലുകൾ വിന്യസിക്കാൻ ഒരുങ്ങുന്നത് തായ്വാനിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്റർ മാത്രം അകലെയുള്ള യോനാഗുനി ദ്വീപിലാണ്. ഇവിടെ വിന്യസിക്കുന്നത് ടൈപ്പ് 03 മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഷുസാം ആണ്. ഈ യൂണിറ്റുകളാണ് ഇവിടെ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചൈനീസ് വിമാനങ്ങളെയും അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളെയും തടയാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനമാണ്. തായ്വാൻ പ്രതിസന്ധി ഉണ്ടായാൽ തീർച്ചയായും ചൈനയുടെ സൈനിക ശക്തി വർദ്ധിക്കുന്നത് തടയുക, അതുപോലെ രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ വിന്യാസത്തിലൂടെ ജപ്പാൻ ലക്ഷ്യം വെക്കുന്നത്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമി വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ ഉറപ്പായും ജപ്പാന്റെ ഈ നീക്കത്തെ ചൈന അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈനയുടെ വിദേശകാര്യ വക്താവ് മാവോ നിങ് വളരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തായ്വാന് സമീപമുള്ള ദ്വീപുകളിൽ ആക്രമണത്തിനായി ആയുധങ്ങൾ വിന്യസിക്കാനുള്ള ജപ്പാന്റെ പദ്ധതി അങ്ങേയറ്റം അപകടകരമാണ് എന്നും ഇത് മേഖലയിൽ സൈനിക ഏറ്റുമുട്ടലിന് പ്രകോപനം സൃഷ്ടിക്കുമെന്നും ചൈന ആരോപിച്ചു. തകർത്തെറിയുമെന്ന് താക്കീതാണ് പിന്നാലെ. തായ്വാൻ വിഷയത്തിൽ ഏതൊരു വിദേശ ഇടപെടലും ഉണ്ടായാൽ അത് തകർത്തെറിയാൻ ഞങ്ങൾക്ക് ദൃഢനിശ്ചയവും ശക്തമായ ശേഷിയുമുണ്ടെന്ന് ചൈനയുടെ തായ്വാൻ കാര്യാലയ വക്താവ് വ്യക്തമാക്കി. ഇനി സംഭവത്തിലെ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ നിലപാട് ലോകം ശ്രദ്ധിച്ചിരുന്നു. ഈ സൈനിക നീക്കങ്ങൾക്ക് ആക്കം കൂട്ടിയത് ജപ്പാൻ പ്രധാനമന്ത്രി സന തകൈച്ചിയുടെ മുൻപത്തെ ചില പ്രസ്താവനകളാണ്. ചൈന തായ്വാനെ ആക്രമിച്ചാൽ അത് ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യമായി കണക്കാക്കുകയും അമേരിക്കയുമായി ചേർന്ന് സൈനികമായി പ്രതികരിക്കാൻ ജപ്പാന് അവകാശം നൽകുകയും ചെയ്യുമെന്നായിരുന്നു സനായ് തകൈച്ചിയുടെ നിലപാട്. പിന്നാലെ ചൈനയുടെ ആരോപണം വരുന്നു. ഈ പ്രസ്താവനകളെ ചൈന ശക്തമായി വിമർശിക്കുകയും ജപ്പാൻ റെഡ് ലൈൻ ലംഘിച്ചു എന്ന് ആരോപിക്കുകയും ചെയ്തു. അങ്ങനെ ഈ നയതന്ത്ര തർക്കങ്ങളെ തുടർന്ന് ചൈന ജപ്പാനിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിർത്തലാക്കുകയും നയതന്ത്ര കൂടിക്കാഴ്ചകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. തായ്വാനെ സ്വന്തം അവിഭാജ്യ ഘടകമായിട്ടാണ് ചൈന കണക്കാക്കുന്നത്. എന്നാൽ ജപ്പാന്റെ ഈ പുതിയ പ്രതിരോധ നീക്കങ്ങൾ തായ്വാൻ വിഷയത്തിൽ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ജപ്പാന്റെ താല്പര്യമാണ് എടുത്തു കാണിക്കുന്നത്. ഈ മേഖലയിൽ സൈനികമായൊരു ശക്തിയും മറ്റൊന്നിന് വഴങ്ങാൻ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ലോകം ഉറ്റുനോക്കുന്ന ഈ സൈനിക സന്നാഹം ഏഷ്യയെ ഒരു പുതിയ യുദ്ധഭൂമിയിലേക്ക് നയിക്കുമോ? കണ്ടു തന്നെ അറിയണം.